സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാർ ഗവർണർ പോരിൽ ഇരകളായത് വിദ്യാർത്ഥികളെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ 13 യൂണിവേഴ്സിറ്റികളിൽ 12ലും താൽക്കാലിക വൈസ് ചാൻസലർമാരാണെന്ന് ചൂണ്ടിക്കാണിച്ച പ്രതിപക്ഷ നേതാവ് പല ഗവൺമെന്റ് കോളേജുകളിലും പ്രിൻസിപ്പൽമാരില്ലെന്ന് വ്യക്തമാക്കി. ഡിഗ്രി കോഴ്സുകളിൽ കുട്ടികളില്ല, പല PG കോഴ്സുകളും നിർത്തലാക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. കേരള സർവകലാശാലയിൽ എന്താണിപ്പോൾ നടക്കുന്നതെന്നും പറയാനും ആളില്ലെന്നും അദ്ദേഹം ചോദിച്ചു. സർവകലാശാലയിൽ നടക്കുന്ന തർക്കം അവസാനിപ്പിക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ലെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കി. 2500 കുട്ടികളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പുവെച്ചിട്ടില്ല. പുതിയ കോഴ്സുകൾ അംഗീകരിച്ചിട്ടില്ല. കുട്ടികളാണ് ഇതിന്റെ ഇരയായി മാറുന്നത്. രാജ്ഭവനും ഗവർണർക്കുമെതിരെ സമരം ചെയ്യുന്നത് എന്തിനാണെന്നും വി.ഡി. സതീശൻ ചോദിക്കുന്നു. ആരോഗ്യരംഗം വെന്റിലേറ്ററിലായതുപോലെ വിദ്യാഭ്യാസ രംഗം അപകടകരമായി കൂപ്പിക്കുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു.